ചങ്ങരോത്ത് ഹോളി ഫാമിലി യു പി സ്കൂളിലാണുള്ളത്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധയായ സ്ത്രീ, ഒരമ്മൂമ്മ ഇവിടെ കുട്ടികൾക്ക് പായസ വിതരണം നടത്തി. പക്ഷേ അവർ ഓട്ടോയിൽ ഇരുന്നു കൊണ്ടാണ് പായസ വിതരണം നടത്തിയതും അതിൻ്റെ ഉദ്ഘാടനം കഴിച്ചതുമല്ല. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ ഒരു കഥ. ഒരു വൃദ്ധയായ സ്ത്രീ ഓട്ടോറിക്ഷയിലിരുന്ന് കുട്ടികൾക്ക് പായസം നൽകുന്നു. പക്ഷെ അവർ പുറത്തേക്കിറങ്ങിയില്ല. സന്തോഷത്തോടെ 350-ലേറെ കുട്ടികളും കഴിക്കുന്നു. വിവരം അന്വേഷിച്ച് സ്കൂളിലെത്തിയപ്പോൾ സ്നേഹത്തിൻ്റെ മധുരം നിറച്ച ഒരു ചടങ്ങായിരുന്നു അതെന്ന് മനസ്സിലായി. ഞങ്ങളുടെ കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന ഒരു അമ്മ. ഞങ്ങളുടെ ബസ് അവരുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ കുട്ടികളെ എപ്പോഴും കൈവീശി കാണിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് എല്ലാ കുട്ടികൾക്കും ഒരു പായസം കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു കോൺട്രിബ്യൂഷൻ വന്നു. ബാക്കി ചിലവുകളൊക്കെ സ്കൂളിൽ നിന്നും എടുത്ത് മുഴുവൻ കുട്ടികൾക്കും നല്ല പാൽപ്പായസം ഞങ്ങൾ ഇന്നലെ വിതരണം ചെയ്യായിരുന്നു. അപ്പോൾ അവർക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമാണ്. അവരുടെ മുട്ടിന് ഭയങ്കര നീര് വന്നു, വേദനയുള്ള അവസ്ഥയിലാണ്. എന്നിട്ടും അവരൊരു ഓട്ടോയ്ക്ക് സ്കൂളിൽ വന്നു. സ്കൂളിൻ്റെ പോർച്ചിൽ അവർ നിർത്തി. അപ്പോൾ ഞങ്ങളെ കുട്ടികളെയെല്ലാം അങ്ങോട്ട് പോർച്ചിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവരെ കൊണ്ട് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. ഹോളി ഫാമിലിയുടെ സ്കൂൾ ബസ് പെരുവണ്ണാമൂഴി പന്തിരക്കര VK റോഡിലൂടെ വരുമ്പോൾ കുട്ടികളെ കാത്ത് റോഡരികിൽ ഒരു അമ്മൂമ്മ എന്നും കാത്തിരിപ്പുണ്ടാകും. കുട്ടികളെ ബസ് കയറ്റാനല്ല, അവർക്ക് ഒരു പൊതി നൽകാൻ, സ്നേഹം നിറച്ച മിഠായി പൊതിയിലൂടെ മധുരം പകരാൻ. 40-നടുത്ത് കുട്ടികളെ ബസ്സിലെത്തിക്കുന്നത് ഡ്രൈവർ കണ്ണേട്ടനാണ്. ആ അമ്മ നൽകുന്ന സ്നേഹത്തിനും ടാറ്റയ്ക്കും ഒരു മറുസ്നേഹം നൽകാൻ കണ്ണേട്ടൻ കുട്ടികളെ പഠിപ്പിച്ചു. അവർ അത് അനുസരിച്ചു. എന്നോ തുടങ്ങി ഇന്നും തുടരുന്ന ഒരാത്മബന്ധം. ആ കാരുണ്യത്തിൻ്റെ പേരാണ് അമ്മാളു അമ്മ. വാര്യർ കണ്ടി അമ്മാളു അമ്മ. ഈ ബസ്സിൽ വരുന്ന സമയത്താണ് കുട്ടികൾക്ക് മിഠായി ലഭിക്കുന്നത്. ഇത് കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവർ കണ്ണേട്ടനാണ്. കണ്ണേട്ടന് വളരെ ചെറുപ്പം തൊട്ടേ ഈ അമ്മൂമ്മയെ അറിയാം. കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു വല്യമ്മയാണ്. അപ്പോൾ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം കുട്ടികളും ടാറ്റു കൊടുക്കും, തിരിച്ച് അങ്ങനെ തന്നെ അമ്മാമ്മയെ ദിവസവും ടാറ്റു കൊടുക്കും. അങ്ങനെയുള്ള നല്ലൊരു പരിചയമാണ് കുട്ടി. അപ്പോൾ ഒരു ദിവസം കുട്ടിയൊക്കെ എന്തോ വാങ്ങിക്കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ദിവസം മിഠായി വാങ്ങി തന്ന്, ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും മിഠായി വാങ്ങി തന്ന്. കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന, അവർക്ക് ടാറ്റ നൽകുന്ന അമ്മാളമ്മയുടെ വീടാണിത്. ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അമ്മാളമ്മയ്ക്കുമുണ്ടാകും എന്തെങ്കിലും കഥകൾ പറയാൻ. ഈ 76 വയസ്സ് വരെ ഓടി നടന്ന അമ്മാളു അമ്മ ഇടയ്ക്കൊന്ന് വീണു. കഴിഞ്ഞ ജനുവരി 17-ന് മുറ്റത്ത് വീണതാണ്. കാലിൻ്റെ എല്ല് പൊട്ടി. കിടപ്പിലായ അമ്മയ്ക്ക് കുട്ടികളെ റോഡിലേക്ക് പോയി കാണാൻ പറ്റാതെയായി. എന്നാൽ അവർ വീട്ടിലേക്ക് വന്ന് കണ്ടു. ചിലർ കരഞ്ഞു, മറ്റു ചിലർ ആശ്വസിപ്പിച്ചു. വരാന്തയിലെ കട്ടിലിൽ കിടക്കുമ്പോഴും എന്നും ടാറ്റ കൊടുക്കാൻ ആ മുത്തശ്ശി മറന്നില്ല. അമ്മാമന് ഇഷ്ടമാണ്. ചില സമയം മെലഡി തരും, ചില സമയം കോപ്പിക്കോ തരും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് കൊടുത്തു വിടും. കണ്ണേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം പായസമൊക്കെ തന്നു. അമ്മാമ കണ്ണേട്ടൻ്റെ അടുത്ത് പൈസ കൊടുത്തു വിട്ടിട്ട് പായസമൊക്കെ തന്നു. കുറെ കാലമായി പായസം മുട്ടയൊക്കെ തരും. അമ്മാമ പറഞ്ഞ ഇങ്ങോട്ടേക്ക് നടന്നു വരാനാവൂല, അതുകൊണ്ടാണെല്ലാം പറഞ്ഞു. വീട്ടിൽ പോയി ഞങ്ങള് ബസ്സിൽ വരുന്ന സമയത്ത് അവിടെ കയറി. ആ കിടപ്പിലും അമ്മാളു അമ്മ കണ്ണേട്ടനോട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരു മധുരം നൽകാൻ, പായസമായിക്കോട്ടെ എന്നും പറഞ്ഞു. കണ്ണേട്ടൻ അത് ഹെഡ്മാഷോട് സൂചിപ്പിച്ചു. അങ്ങനെ ആ സ്നേഹം സ്കൂൾ മുഴുവൻ അറിഞ്ഞു. ചെറുപ്പത്തിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് അമ്മാളു അമ്മ. ഞാറ് പറിക്കലും നെല്ല് കൊയ്യലുമായിരുന്നു ചെറുപ്പത്തിലെ തൊഴിൽ. അതിനിടയിൽ 13-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും പ്രസവത്തോടെ കുഞ്ഞു മരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് പൂത്താളി കാർഷിക ഫാമിൽ ജോലി കിട്ടിയത്. ആദ്യം താൽക്കാലികമായിരുന്നെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തി.
2005 പെൻഷനായി. കുട്ടികളെല്ലാവരും ഇവിടെ വരും. എന്നെ അതിലൂടെ പോകുമ്പോൾ അമ്മാമ്മയെ ടാറ്റ എന്ന് പറയും. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിന് എന്തോ ഒരു കുളിർമ വന്നിട്ട് ഒരു സന്തോഷമാണ്. അന്നേരം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കും എൻ്റെ മക്കൾക്ക് ഞാൻ മുട്ടായി വാങ്ങിക്കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ പോകുന്ന നേരം കുട്ടികൾ വന്ന് മുട്ടായി വാങ്ങിക്കൊടുക്കും. പിന്നെ പാവപ്പെട്ട മക്കൾ ഉടുപ്പില്ലാണ്ടെല്ലാം ഇങ്ങനെ പോകുകയല്ലേ. അന്നേരം ഞാൻ നിങ്ങൾക്കൊന്നുമില്ല മക്കളെന്ന് വെച്ചാൽ ഒന്നും മിണ്ടുകയില്ല. അന്നേരം അങ്ങനെ ഞാൻ ഉടുപ്പ് വാങ്ങി ഓല വിളിച്ചിട്ട് ഓലക്ക് കൊടുക്കും. അങ്ങനെ ബുക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്ത മക്കൾക്ക് ഞാൻ കഴിഞ്ഞ സ്കൂൾ തുറക്കുമ്പോൾ ബുക്ക് വാങ്ങിക്കൊടുത്തേക്ക് ഇപ്രാവശ്യവും അങ്ങനെ തന്നെ കൊടുക്കും. ഓല് എൻ്റെ അടുത്ത് എത്തിക്കില്ല. ഓല് വരും, ഞാളങ്ങ് വരും അമ്മമ്മേനെ പറഞ്ഞിട്ട് എന്നോട്. അങ്ങനെ കൊടുക്കും ഞാൻ. അങ്ങനെ അത് ആദ്യം മുതൽക്കേ കൊടുക്കുന്നതാണ്, ഇപ്പോൾ ഒന്നുമുള്ളതല്ല. കാലങ്ങളായി തനിച്ചു താമസിക്കുന്ന അമ്മാളിയമ്മയ്ക്ക് ഒറ്റപ്പെടലിന്റെ ആധിയില്ല. കുട്ടികളെന്നും ജീവനാണ്. സ്വന്തമായി ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടും അവനെ വളർത്തി വലുതാക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം മറ്റു കുട്ടികളെ കാണുമ്പോൾ മാറും. മുറ്റത്ത് വീണ് കിടപ്പിലായതിനു ശേഷം സഹായത്തിന് സഹോദരിയുടെ മകൾ ജാനകി വരാൻ തുടങ്ങി. സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ അധിക ദിവസവും അമ്മൂമ്മയെ കാണാൻ വീട്ടിലേക്ക് വരും. അവർക്ക് മധുരം കൊടുക്കാൻ ആരെയെങ്കിലും വിട്ട് മിഠായി വാങ്ങിപ്പിക്കും. അമ്മാളമ്മ പോയ സ്ഥലങ്ങളും നിരവധിയാണ്. കാശി, അയോധ്യ, ജമ്മു കാശ്മീർ, പഞ്ചാബ്, കർണാടക, ഗോവ, അങ്ങനെ. ഗുരുവായൂരിൽ പോയാൽ 4 ദിവസം തങ്ങിയാണ് തിരിച്ചു വരിക. 2 മാസം കൂടി കഴിഞ്ഞാൽ പരസഹായമില്ലാതെ നടക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ഒരാഗ്രഹമുണ്ട്, അനാഥാലയത്തിൽ ശരണം പ്രാപിക്കണം. അതിനായി ഗുരുവായൂരിനടുത്ത് ഒരു ശരണാലയം കണ്ടുവച്ചിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. അപ്പോൾ അനാഥാലയത്തിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുന്നു. എല്ലാരെയും ബുദ്ധിമുട്ടിക്കണ്ടേ? അതുകൊണ്ട് അതാണ് അത്. എനിക്ക് അനാഥാലയത്തിലേക്ക് പോയാൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, എൻ്റെ കുടുംബത്തിലേക്ക്. ആരും അന്യരല്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്നേഹിച്ച, സഹായിച്ച ഈ അമ്മ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവസാന കാലം ആരും ഉണ്ടാകില്ലെന്ന്, അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന്. ജീവിത അവസാനം വരെയും പാവപ്പെട്ടവരെയും കുട്ടികളെയും എല്ലാം സഹായിക്കണം എന്നത് തന്നെയാണ് അമ്മാളമ്മയുടെ ആഗ്രഹം. പക്ഷേ അവിടെയും അനാഥാലയത്തിലേക്ക് ജീവിതം മാറ്റണമെന്നും അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കട്ടെ. കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ, ETV.